മറ്റു മാർഗങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നാരായണന്റെ ബോഡി കുഴിച്ചിട്ട് സാർ. എത്ര രൂപയ്ക്കാ കില്ലറുമായിട്ട് കരാർ ഉറപ്പിച്ചത്? പറ പറ. 3 കോടി. അതിലെത്ര കൊടുത്തത് വരെ? 1.5 കോടി. എങ്ങനെയാ അത് വീതം വെച്ചത്? ഞാനും ഈപ്പച്ചനും നാരായണേട്ടനും ചേർന്ന് പകുതി. ഇവനായിരുന്നല്ലേ അത്യാവശ്യം? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? സിഎമ്മിനോട് ഇത്രയും വിദ്വേഷം തോന്നാൻ കാരണം എന്തുവാ? ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. തന്നോട് ചോദിച്ചോ? ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയണം. സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ CM ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. CM എന്താ നിങ്ങളെ കെട്ടിയിട്ട് ഈർക്കിലെടുത്ത് അടിച്ചോ? വല്ലാത്ത അറപ്പോടും വെറുപ്പോടും കൂടി അദ്ദേഹം ഞങ്ങളെ കണ്ടത്. അയാള് ജനപ്രിയ നേതാവ് തന്നെയാ, പക്ഷെ ബിസിനസ് കമ്മ്യൂണിസ്റ്റ്. നിന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? സത്യം വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു? ഇവിടെ അങ്ങനെ ഒരു ഉറപ്പ് ആരിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പിന് ഞങ്ങൾ ആരെയും സമീപിച്ചിരുന്നില്ല. ലഭിച്ചിരുന്ന ഉറപ്പും പിന്മരമല്ലടാ നിന്റെ മുഖത്ത് കാണുന്ന ഈ അഹങ്കാരം. ഈ പറഞ്ഞതല്ലാതെ വിദ്വേഷം തോന്നാൻ മറ്റൊരു കാരണമില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ വല്ലാതെ അപമാനിച്ചു. ഇയാള് പുഴുത്ത ശവമാണെന്നും വൃത്തികെട്ടവനാണെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നിയതാ അയാൾ ശവമാകണമെന്ന്. ഉണ്ടായ നഷ്ടങ്ങൾ എങ്ങനെയും തിരിച്ചു പിടിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ. എവിടെയാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ? ഒന്ന് കാണട്ടെ. കില്ലറെ ആരാ പരിചയപ്പെടുത്തിയത്? പ്രേംജിത്ത് പൂട്ടാനി സാർ. പ്രേംജിത്ത് പൂട്ടാണിയോ? അവൻ ഏത് പൂട്ടാണിയാടാ? പൂട്ടാനിൽ ഒരു ബിസിനസ്മാൻ സാർ. എന്താ കില്ലറുടെ പേര്? അറിയില്ല സാർ. ഏത് രാജ്യക്കാരനാ? അറിയില്ല. എന്തോടാ അവന്റെ ഭാഷ? ഞങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചത്, വേറെ ഭാഷകളായക്കറിയാം. നിങ്ങളെ കൂടാതെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്? ആരുമില്ല സർ. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പച്ച കള്ളവല്ലടാ നീ പറയുന്നേ? സത്യം സാർ, സത്യമാ. ആരുമില്ല സാർ. വാടകക്കൊലാളി ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. നാരായണേട്ടന് വെടിവെച്ചിട്ട ശേഷം ബാഗ് എടുത്തോണ്ട് നിന്നോട് ചോദിച്ചാ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിനക്കല്ലേ തോന്നുന്നത്, അയാൾക്കല്ലോ? അയാൾ ഇതിനകം നാടുവിട്ട് കാണും സർ. അങ്ങനെ തോന്നാൻ എന്നാ ഈ പച്ച കാരണം? അയാൾക്ക് ആകെയുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ മാത്രമായിരുന്നു. അവർ പറഞ്ഞതുപോലെ ആയാലും പോയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിൽക്കാനുള്ള ഗട്സ് അയാൾക്ക് ഉണ്ടാവില്ലെന്നാണ്. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹീൽ ഗീവ് അപ്പ്. ഹലോ എനിക്കോ പോലീസ് അടുത്ത് കളിക്കുന്നു. ഹലോ സാർ. സാർ, ഞാനൊരു അല്പം തിരക്കിലാണ്. എന്ത് തിരക്കാടാ നിനക്കവിടെ? ഞാൻ അറിയാതെ എന്ത് കമ്മിറ്റിയാടാ അവിടെ നടക്കണേ? ഞാൻ വെറും ഓക്കനാണെന്നാണ് നിന്റെ വിചാരം? ഇപ്പം ഈ നിമിഷം നീ ഇവിടെ എത്തിയിരിക്കണം. സാർ, അല്പം അസൗകര്യമുണ്ട്. എന്ത് അസൗകര്യാടാ നിനക്ക്? അസൗകര്യം എന്താണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. എടാ പെരുമാളെ, സഖാവ് കേട്ട് കാണും. എനിക്കൊരു ഇരട്ടപ്പേരുള്ളത് സഖാവ് പീറ്റർ. രഹസ്യമായും പരസ്യമായും എന്നെ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. വിരോധമില്ല, അതൊരു അപമാനവുമല്ല. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല എന്ന് വീരവാദം മുഴക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സാർമാരുടെ പിന്നാമ്പറ കളികളാ എനിക്ക് സഹിക്കാത്തത്. സഖാവേ, ഇത് മുളയിലെ ഒന്ന് നുള്ളിക്കളയണം. കാര്യം പറ. അവൻ ആള് പാവമാ. എന്റെ കീഴിൽ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. മിടുക്കനാ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ആളൊരല്പം കുഴപ്പമായോ എന്നൊരു സംശയം. ചുരുക്കത്തിൽ 2 DGPമാരും കൂടെ ചേർന്ന് അവനെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാ മതി. പെരുമാൾ അവനാണല്ലോ CMന്റെ സെക്യൂരിറ്റി ചാർജും അന്വേഷണമൊക്കെ. ഇപ്പം വേറൊരു പണിയും കൂടി അവൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പണി? ഏഷണി. വെറുതെ ഓരോന്ന് സഖാക്കളെ കുറിച്ചും പാർട്ടിയെ കുറിച്ചും CMനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിന്റെ അസുഖമാണ് അവന്? സഖാവ് വേറെ ഒന്നും ചെയ്യണ്ട. അവനെ വിളിച്ച് ശരിക്കൊന്ന് വാൺ ചെയ്ത് വിട്ടാ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയണം. ഞാനുമുണ്ടല്ലോ ഈ അന്വേഷണത്തിൽ. ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങരുത് എന്നുകൂടി ഒന്ന്
പ്രത്യേകം പറയണം. ആ വാസുദേവ, ആ പോലീസ് ഓഫീസറല്ലേ പെരുമാള്, അയാളെ ഒന്നിങ്ങോട്ട് വിട്ടേക്ക്. ആ എനിക്കൊന്ന് കാണാനാ. ആ, അല്ല എന്നാ ഞാനങ്ങ്. താനെന്തിനു പോണം? അല്ല ഞാന്. ഇരിക്കെ. എന്നാ പിന്നെ ഞാൻ ഇരിക്കെ. തനിക്ക് കേൾക്കാൻ പാടില്ലാത്തൊന്നും എനിക്ക് അയാളോട് പറയാനില്ല. അല്ല അയാൾക്ക് പറയാനുണ്ടല്ലോ. അയാളൊന്നും പറയില്ല. സഖാവേ, ഒന്ന് വളച്ചാ മതി, ഒടിക്കണ്ട. അവനാള്. ആ പെരുമാൾ സാർ കേട്ടിട്ടുണ്ട്. ഇരിക്കെ. സാർ അവിടെ പോകുന്നു. എനിക്കൊന്ന് ബാത്റൂം പോണം. കുറച്ചു മുമ്പല്ലേ പോയത്? ഒന്നോടെ പോയ കള വയറ്. ഇരിക്കടോ. ആര് പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും. മുഴുവനും കേട്ട ശേഷം ആവശ്യമെങ്കിൽ മാത്രം മറുപടി കൊടുക്കും, ഇല്ലെങ്കിൽ മൗനം. പലരും എന്റെ മൗനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദാ ഇയാളെ പോലെ പലതും ഞാൻ അംഗീകരിക്കുകയാണെന്ന മട്ടിൽ. അല്ലേ സാറേ? സഖാവേ, തന്നെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഒക്കെ വെറും ബെഡായിയാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. CM-ന് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്, പാർട്ടിയിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒരേ അഭിപ്രായമായി അവതരിപ്പിക്കുന്നതിനാണ് പാർട്ടി. ഞങ്ങളുടേത് ഒരു ജനാധിപത്യ കേഡർ പാർട്ടിയാണ്. മറ്റു പാർട്ടിക്കാർ എന്ത് അഴിമതി നടത്തിയാലും ജനം പറയും അവരത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മറിച്ച് ചെറിയ വീഴ്ചകൾ മതി ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടാവാൻ. ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു സത്യം. എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ഈ രാജ്യത്തുണ്ടാവില്ല. കാരണം ഞാൻ സത്യം പറയും. എന്നെ വിമർശിക്കുന്നവർക്ക് പോലും നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്നാലും വിമർശിക്കും. അതവരുടെ ജോലി, വൃത്തിയായി ചെയ്യട്ടെ. സത്യം ആരെങ്കിലും പറയണ്ടേ? നിയമം അനുവദിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് അന്വേഷണം നടത്താം. ഇനി എന്നെ തന്നെ സംശയമുണ്ടെങ്കിൽ പോലും ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട. ഏത് അർദ്ധരാത്രിയിലും എന്നെ ചോദ്യം ചെയ്യാം, ഒരു തടസ്സമില്ല. ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ? സർ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പാർട്ടിയിൽ ഇന്നത്തെ ജനറേഷൻ ജീവിതത്തിൽ ഞങ്ങളുടെ യാതനയുടെ കയ്പ് അനുഭവിച്ചിട്ടില്ല. അതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷൻ അനുഭവിച്ച കയ്പോ വേദനയോ ഞങ്ങളും അനുഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ ഫൗണ്ടേഷൻ. ആ ജനറേഷനിൽ പെട്ട ആളാണ് നമ്മുടെ CM. ആ സഖാവിന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പെരുമാൾ, ഒരു മിനിറ്റ്. അല്ല ഞാൻ വേണ്ടേ? വേണ്ട. പെരുമാളെ, അവിടെ എന്തി? അയ്യോ എടാ, നിനക്കറിയാവോ, വെറുതെ ഇരുന്ന് എന്നെ ആ സെക്രട്ടറിയാ വിളിച്ചു വരുത്തി ഓരോന്നോരോന്ന് തോണ്ടി തോണ്ടി ചോദിച്ചത്. ഞാൻ നിന്നെക്കുറിച്ച് പലതും കേമായിട്ട് പറഞ്ഞു. അതൊന്നും അയാൾ നിന്നോട് പറഞ്ഞില്ല. എന്നെ കുറിച്ച് കേമായിട്ട് പറഞ്ഞു സാറോ? സത്യം ഞാൻ പറഞ്ഞു. എടാ, എന്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ല. എന്നിട്ടാണ് ഈ കേസ് അന്വേഷണം തുടങ്ങി അന്ന് മുതൽ എന്റെ പുറകെ ചാരപ്പണിക്ക് ആളെ വിട്ടത്. ചാരപ്പണിക്ക് ആളെ വിട്ടെന്നോ? നീ എന്തോന്നാ ഈ പറയുന്നേ? അതെ, നിങ്ങളുടെ കീഴിലെ SI മോഹനൈസൊക്കെ എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാ അതൊന്നും തെളിയിക്കല്ലോ. ഞാൻ അവിടെ വിളിക്കട്ടെ, നീ പോവല്ലേ? ആ പെരുമാളെ, നീ നിക്കേ. എടാ, ഈ ലൈനൊന്ന് കിട്ടിക്കോട്ടെ. പെരുമാളെ നിക്കേ. നിന്ന് SI സുനിലല്ലേ? എടാ, മോഹൻ ഐസക് എവിടെ? ലീവാന്നു? എടാ, എനിക്ക് ഇപ്പൊ തന്നെ അവനെ വേണം. അവന്റെ വീട്ടിൽ പോയി ഉടനെ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ. ഓക്കെ? ഞാൻ പറയണൊന്ന് കേക്ക്. എടാ പെരുമാളെ, നിന്നാണ് സത്യം. ഞാൻ ആരോട് സത്യമായി പറഞ്ഞിട്ടില്ല നിന്നെ ഫോളോ ചെയ്യാൻ. അല്പസ്വല്പം കുശുമ്പും കുന്നായ്മയൊക്കെ എനിക്കുണ്ട്. എന്നാലും ഈ യൂണിഫോം ഇട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂടാ. ശരി, ഞാൻ ആളൊന്ന് കണ്ടേ. അല്ല, ഒന്ന് നിന്നേ. അതെ, സെക്രട്ടറി നിന്നെ മാറ്റി നിർത്തി പറഞ്ഞത് എന്നെ കുറിച്ചാണോടാ? സാറേ, സാറിനെ മാറ്റി നിർത്തി എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് വേറെ ആരെയും കുറിച്ചായിരിക്കില്ലല്ലോ. കർത്താവേ, കുഴഞ്ഞു. DGP ആണുള്ള മോഹം കൊണ്ട് അയാളെ ഇംപ്രസ് ചെയ്യാൻ പോയത് ഇത് അവസാനം കുരിശാവോ? വണ്ടിയടാ. ഇന്നത്തെ ദിവസം